അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു രാജ്യം മുഴുവൻ ഒരു കൊച്ചുബാലനെ കൊല്ലാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട ചരിത്രം നിങ്ങൾക്കറിയാമോ? മലമുകളിൽ നിന്ന് തള്ളിയിട്ടിട്ടും കടലിൻ്റെ ആഴങ്ങളിൽ മുക്കിയിട്ടും ആ കുട്ടി എങ്ങനെയാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്? ഒടുവിൽ തൻ്റെ മരണം എങ്ങനെയായിരിക്കണമെന്ന് ആ ബാലൻ തന്നെ രാജാവിനോട് പറഞ്ഞുകൊടുത്തു. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ആ രക്തസാക്ഷിത്വത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്ക് സഞ്ചരിക്കാം ചരിത്രത്തിലൂടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് എന്നും ഒരു ചരിത്രത്തിൽ കാണാം, അല്ല 200 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നും കാണാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഫത്രത്തിൻ്റെ കാലഘട്ടം എന്ന് പറയും. ഈസാ നബിൻ്റെയും നമ്മുടെ നബിൻ്റെയും ഇടയിൽ പ്രവാചകന്മാരില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. അതിന് ഫത്രത്തിൻ്റെ കാലഘട്ടം എന്ന് പറയും. ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു സുഹൃത്തുണ്ടായിരുന്നു. ജ്യോത്സ്യനാണ് സുഹൃത്ത്. ഒരുപാട് സിഹ്റൊക്കെ നല്ല ഉഷാറായി സിഹ്ർ ചെയ്യാൻ കഴിയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അങ്ങനെ ആ സുഹൃത്ത് ജ്യോത്സ്യൻ പ്രായമായപ്പോൾ രാജാവിനോടൊന്ന് പറഞ്ഞു, പിന്നെ എനിക്ക് പ്രായമായി, ഇനി ഈ മാരണപ്പണി സിഹ്ർ ചെയ്യൽ കൊണ്ടുപോകണമെങ്കിൽ പുതിയ ഒരു കുട്ടിയെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് നമുക്ക് വളർത്തിയെടുക്കണം. എങ്കിലേ അത് എൻ്റെ ശേഷവും ഇവിടെ നിങ്ങളോട് കൂടെ ചെയ്യാനൊക്കെ ഒരാളുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് നല്ല ബുദ്ധിയുള്ള നല്ല തൻ്റെടമുള്ളൊരു കുട്ടിയെ ഈ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ രാവിലെ തന്നെ ഈ കുട്ടി ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലും. അവിടെ നിന്നൊക്കെ പഠിച്ച് വൈകുന്നേരം തിരിച്ചു പോരും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഈ കുട്ടി ഒരു പുരോഹിതനെ പരിചയപ്പെടുക. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ചേരം ഇരുന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിനെക്കുറിച്ചും അതുപോലെ മറ്റുള്ള നന്മകളെക്കുറിച്ചും മതത്തെക്കുറിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടിക്കത് വലിയ അത്ഭുതം തോന്നിയപ്പോൾ കുട്ടി പിന്നെ ആ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്തും വഴിയിൽ ഇയാളെ കൂടെ ഇരിക്കും, തിരിച്ചു വരുമ്പോഴും ഈ പുരോഹിതൻ്റെ കൂടെ ഇരിക്കും. അങ്ങനെ ഈ പുരോഹിതൻ്റെ കൂടെയുള്ള ആ ഇരുത്തം കുട്ടിക്ക് വലിയ സന്തോഷം നൽകുകയും കുട്ടി അത് പതിവാക്കുകയും ചെയ്തു. ഒരു ദിവസം ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ജ്യോത്സ്യം നേരം വൈകിയ കാരണത്താൽ കുട്ടിയെ അടിച്ചു. ഈ അടിച്ചു എന്ന പരാതി പുരോഹിതനോട് പറഞ്ഞപ്പോൾ പുരോഹിതൻ പറഞ്ഞു, നിനക്ക് ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞു തരാം. പുരോഹിതൻ ജ്യോത്സ്യനാണ് എന്നെ എന്താ നേരം വൈകിയത് എന്ന് പറഞ്ഞ് ശകാരിക്കുന്നതെങ്കിൽ വീട്ടിൽ നിന്നിറങ്ങാൻ നേരം വൈകിയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ വീട്ടുകാരാണ് എന്തുകൊണ്ടാണ് നേരം വൈകിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജ്യോത്സ്യൻ്റെ അടുക്കൽ നിന്നും നേരം വൈകിയാണ് പുറപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ നമ്മൾ തമ്മിലുള്ളതായ ഈ സംസാരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം ഒഴിവാക്കണ്ട, നമുക്ക് ദിവസേന കാര്യങ്ങൾ സംസാരിച്ചിരിക്കാമെന്ന് ഈ പുരോഹിതൻ പറഞ്ഞു. ഏതായാലും കുട്ടിയുടെ പഠനം മുന്നോട്ട് പോവുകയാണ്. മാരണം പഠിക്കാൻ വേണ്ടി ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഈ പുരോഹിതനടുത്ത് നിന്ന് നല്ലവണ്ണം അറിവ് പഠിച്ച്, നല്ല ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച്, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെക്കുറിച്ച് പഠിച്ച്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഈ കുട്ടി. അങ്ങനെ ഒരു ദിവസം ആ കുട്ടി ഈ പഠനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അങ്ങാടിയിലൂടെ പോകുമ്പോൾ അവിടെ വലിയൊരു ജീവി ജനങ്ങളെ പ്രയാസപ്പെടുത്തി വഴി നടക്കാൻ സമ്മതിക്കാതെ ആ ജീവി വഴിൻ്റെ സെൻറ്ററിൽ നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, അങ്ങോട്ടും പോകാൻ വയ്യ, ആകെ ബുദ്ധിമുട്ടായി. ഈ അവസരം ആ കുട്ടി ഉപയോഗപ്പെട്ടു. കുട്ടി ചിന്തിച്ചു, ഇവിടെ എന്നെ പഠിപ്പിക്കുന്ന പുരോഹിതനാണോ അതോ ജ്യോത്സ്യം പഠിപ്പിക്കുന്ന ജ്യോത്സ്യകനാണോ എനിക്ക് ഏറ്റവും അഫ്ളലായത് എന്ന് മനസ്സിലാക്കണം എന്നതിനു വേണ്ടി ആ കുട്ടി ഒരു കല്ലെടുത്തിട്ട് പറഞ്ഞു, അള്ളാഹുവേ, നിനക്ക് ആ സാഹിറിൻ്റെ കാര്യത്തിനേക്കാളും
നീ പുരോഹിതൻ്റെ കാര്യമാണ് ഇഷ്ടം എങ്കിൽ ഈ കല്ല് കൊണ്ടെറിയുമ്പോൾ ആ ജീവിയെ നീ കൊല്ലണം എന്ന് പറഞ്ഞ ആ കുട്ടി ഒരൊറ്റ ഏറ് കൊടുത്തു. അപ്പോൾ എറിഞ്ഞപ്പോൾ ആ ഏറ് കൊണ്ട് ആ ജീവി മരിച്ചുപോയി, ചത്തുപോയി. അപ്പോൾ ജനങ്ങൾ രക്ഷപ്പെട്ടു. ഈ വിവരം, ഇങ്ങനൊരു സംഭവം വഴിയിലൂടെ ആ ഒരിക്കൽ നടന്നപ്പോൾ ഈ വിവരം റാഹിബിനോട് പറഞ്ഞു, ആ പുരോഹിതനോട്, പണ്ഡിതനോട് കുട്ടി പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ പറഞ്ഞു, ഓ കുഞ്ഞുമോനെ, ഇന്ന് എന്നേക്കാൾ ശ്രേഷ്ഠത ഇപ്പോൾ നിനക്കാണുള്ളത്. നീ വലിയ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നേക്കാളും വലിയ വലിയ കാര്യങ്ങളാണ് നീ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വലിയ പരീക്ഷണങ്ങൾ നിനക്ക് വരും. ആ പരീക്ഷണത്തിലൊന്നും നീ തകർന്നു പോകരുത്. എല്ലാം ഈമാൻ എന്ന ശക്തി കൊണ്ട് പിടിച്ചു നിൽക്കണം എന്ന് ആ കുട്ടിക്ക് നല്ലൊരു ഉപദേശം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടി വളർന്നു. കുട്ടിക്ക് വലിയ അത്ഭുത സിദ്ധികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. കുട്ടി ഈ വെള്ളപ്പാണ്ട് രോഗമുള്ളവരെ തടവിയാൽ വെള്ളപ്പാണ്ട് മാറുന്നു. ജന്മലാൽ കണ്ണ് കാണാത്ത ആളുകളെ തടവിയാൽ ആ കണ്ണ് കാഴ്ചയില്ലായ്മ സുഖപ്പെട്ട് കണ്ണ് നല്ല കാഴ്ച കിട്ടുന്നു. അതേപോലെ ഏത് രോഗമായിട്ട് ആളുകൾ വന്നാലും ഈ കുട്ടി ആ രോഗത്തിനുള്ള ചികിത്സ പറഞ്ഞു കൊടുക്കുന്നു, ചെയ്യുന്നു. അത് രോഗം ഷിഫിയാകുന്നു. ഇങ്ങനെയുള്ള സംഭവം കൊട്ടാരത്തിലും അറിവ് കിട്ടി. അപ്പോൾ കൊട്ടാരത്തിൽ ഇത് അറിഞ്ഞപ്പോൾ ഈ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഉറ്റ സുഹൃത്തുണ്ട്. ആ ഉറ്റ സുഹൃത്ത് ജന്മനാൽ കണ്ണ് കാണാത്ത ഒരാളായിരുന്നു. അദ്ദേഹം ഈ കുട്ടിൻ്റെ അടുത്തേക്ക് വന്നു. ഈ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് ധാരാളം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിച്ചിട്ട് എൻ്റെ അസുഖവും നിങ്ങളൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഞാനല്ല അസുഖം മാറ്റുന്ന ആൾ. അസുഖം മാറ്റുന്ന ആൾ അല്ലാഹു തആലയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ രോഗം മാറാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ആ മന്ത്രി, ആ രാജാവിൻ്റെ ഒറ്റ സുഹൃത്ത് പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹു തആല എനിക്ക് ഷിഫിയാക്കി തരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ കുട്ടി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് കാഴ്ച ശക്തി കിട്ടുകയാണ്. അദ്ദേഹം കാഴ്ച ശക്തി കിട്ടി. അങ്ങനെ കാഴ്ച ശക്തി കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം അത് പിറ്റേ ദിവസവും രാജാവിൻ്റെ സദസ്സിലേക്ക് പോയി. അങ്ങനെ സാധാരണ ഇരിക്കുമ്പോൾ തന്നെ രാജാവിൻ്റെ സദസ്സിലിരുന്നു. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇയാളുടെ കണ്ണിന് കാഴ്ച കിട്ടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ രാജാവ് ചോദിച്ചു, അല്ല, നിങ്ങളെ കണ്ണിന് എങ്ങനെയാണ് കാഴ്ച കിട്ടിയത്? ആരാ നിങ്ങളെ കണ്ണിന് കാഴ്ച ശക്തി തന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബാ തന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനല്ലാത്ത റബ്ബ് എനിക്കുണ്ടോ? ഈ രാജാവ് ഞാനാണ് ദൈവം, എല്ലാവരും എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സിഹറൊക്കെ മാരണം ചെയ്യുന്ന ഒരു ജോത്സ്യനെ കൂടെ നടത്തുന്നത്. എന്നിട്ട് ജോത്സ്യൻ്റെ സിഹറിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിച്ച് ഞാൻ റബ്ബാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശവാദവുമായി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ രാജാവ് ചോദിച്ചു, ഞാനല്ലാത്തൊരു റബ്ബ് നിനക്കുണ്ടോ? അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, അതുണ്ട്, റബ്ബി വ റബ്ബുക്കല്ലാ, എൻ്റെ റബ്ബും നിൻ്റെ റബ്ബൊക്കെ അള്ളാഹുവാണ്. അപ്പോൾ ഈ രാജാവ് ദേഷ്യം വന്ന് ഇയാളെ പിടിച്ചിട്ട് നല്ല ശിക്ഷിച്ചു. ഇങ്ങോട്ട് പറഞ്ഞു, ഇത് ആരാണ് യഥാർത്ഥത്തിൽ നിനക്ക് പഠിപ്പിച്ചു തന്ന ആളാരാണ് എന്ന് ചോദിച്ച് ആ കുട്ടിയുടെ കാര്യം രാജാവിൻ്റെ മുമ്പിൽ ഇദ്ദേഹം പറഞ്ഞു. കുട്ടിയുടെ കാര്യം പറഞ്ഞ പിന്നെ കുട്ടിയെ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. അപ്പോൾ കുട്ടിയോട് രാജാവ് ചോദിച്ചു, ഓ കുഞ്ഞുമോനെ, നിൻ്റെ ഒരുപാട് അത്ഭുത സിദ്ധികളൊക്കെ ഞാൻ അറിഞ്ഞു, ഒരുപാട് അസുഖങ്ങൾ ഭേദമാക്കുന്ന കാര്യങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു. അപ്പോൾ കുട്ടിയോട് പറഞ്ഞു, അതൊന്നും ഞാനല്ല ഷിഫിയാക്കണത്, ഭേദമാക്കണത് എല്ലാം അള്ളാഹുവാണ് ചെയ്യുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഇലാഹ്, ആരാധന അള്ളാഹുവാണ്. ആ അള്ളാഹുവാണ് എല്ലാവർക്കും ഷിഫ കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനൊന്നല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് ഉടനെ കുട്ടിയെ പിടിച്ച് നല്ലോണം അടിച്ചു, ശിക്ഷ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ആരാണിത് പഠിപ്പിച്ചത് എന്ന്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ആ റാഹിബിൻ്റെ, ആ പുരോഹിതനെ സംബന്ധിച്ച് രാജാവിന് മുമ്പിൽ അറിയിച്ചു. അപ്പോൾ രാജാവ് കിങ്കരന്മാരെ സൈന്യത്തെ വിട്ടുകൊണ്ട് ആ റാഹിബിനെ, പുരോഹിതനെ കൊണ്ടുവന്നു. ആ പുരോഹിതനെ മുമ്പിൽ നിർത്തി.
മുമ്പിൽ നിർത്തിയിട്ട് പുരോഹിതനോട് പറഞ്ഞു, നീയാണില്ലേ ഇവർക്കൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, അതുകൊണ്ട് നിൻ്റെ മതത്തിൽ നിന്നും നീ വിരമിക്കണം, ഒഴിവാകണം, അത് ഉപേക്ഷിച്ച് എന്നെ നീ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ റാഹിബ് പുരോഹിതൻ പറഞ്ഞു, ഇല്ല, ഞാനത് ചെയ്യൂല. നിൻ്റെയും എൻ്റെയും റബ്ബായ അള്ളാഹു അവനാണ് ഏക ഇലാഹ്, അതുകൊണ്ട് ഞാൻ ഈ മതത്തിൽ നിന്നും മാറി നിൽക്കൂല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് കട്ടിങ് മെഷീൻ കൊണ്ടുവന്നു. ഈ ഈർച്ചവാൾ എന്നൊക്കെ പറയാം, ഈർച്ചവാൾ കൊണ്ടുവന്നു. ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് ഈ റാഹിബ് പുരോഹിതൻ്റെ തലയുടെ മൂർധാവിൽ വെച്ചുകൊണ്ട് തല 2 കഷ്ണമാക്കി കൊന്നുകളഞ്ഞു. എന്നിട്ട് പിന്നെ ഉടനെ തന്നെ രാജാവിൻ്റെ സുഹൃത്തിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ റാഹിബിനെ കാട്ടിയതുപോലെ തന്നെ നിങ്ങളെയും കാട്ടും, നിങ്ങളും നിങ്ങളെ മതത്തിൽ നിന്ന് മാറി എന്നെ വിശ്വസിച്ചോളണം. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു, ഇല്ല, എനിക്കത് കഴിയൂല, നിങ്ങൾ എന്ത് ശിക്ഷ നൽകിയാലും എനിക്ക് പ്രശ്നമില്ല, എനിക്കത് കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിൽ ആ ഈർച്ചവാൾ വെച്ച് തല 2 കഷ്ണമാക്കി കളഞ്ഞു. പിന്നെ ആ കുട്ടിയെ കൊണ്ടുവന്നു. കുട്ടിയോട് പറഞ്ഞു, നീയും മടങ്ങിക്കോ, നിൻ്റെ മതത്തിൽ നിന്ന് മടങ്ങിക്കോ, എന്നെ വിശ്വസിച്ചോ. അപ്പോൾ കുട്ടിയും ഇല്ല, എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുട്ടി മാറൂല എന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഈ കുട്ടീനെ തൻ്റെ സൈന്യത്തിനോ കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടി നിങ്ങൾ ആ മലൻ്റെ മുകളിൽ കൊണ്ടുപോവുക. എന്നിട്ട് കുട്ടിയുമായിട്ട് മലമുകളിൽ നിങ്ങൾ കയറിയിട്ട് കുട്ടിനോട് പറയാം, അതിലേറ്റവും മുകളിലെത്തിയിട്ട് നിങ്ങൾ കുട്ടിനോട് പറയാം, എൻ്റെ മതത്തിൽ നിന്ന് നീ മാറുന്നുണ്ടോ ഇല്ലേ, മാറുകയാണെങ്കിൽ ഓനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക, മാറുന്നില്ലെങ്കിൽ ആ മലയുടെ മുകളിൽ നിന്നും ആ കുട്ടിയെ താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൽപ്പന കൊടുത്തു. അങ്ങനെ സൈന്യം ആ കുട്ടിയുമായിട്ട് പോയി അവിടെ ആ മലയുടെ മുകളിലെത്തിയപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചു, നീ മാറുമോ? അപ്പോൾ കുട്ടി, ഇല്ല, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ എൻ്റെ മതത്തിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല, എന്നാൽ ഞങ്ങൾ എൻ്റെ താഴത്തെ അടിയിലേക്ക് വലിച്ചെറിയാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹു മക്ഫീനിഹിം ബിമാ ശൈത, അള്ളാഹ് നീ അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ പർവ്വതം കുലുങ്ങി എന്ന് മാത്രമല്ല, ആ സൈന്യം മുഴുവനും താഴേക്ക് നിലംപതിച്ചു പോയി. കുട്ടി സിമ്പിളായി നടന്ന് രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. രാജാവ് കുട്ടിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, എവിടെ പോയി മറ്റാളുകളൊക്കെയാണ്? അപ്പോൾ കുട്ടി പറഞ്ഞു, അവർക്കൊക്കെ അള്ളാഹു കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ രാജാവിന് ഒന്നും കൂടെ ദേഷ്യം വന്നു. അപ്പോൾ സൈന്യത്തിൽ വേറെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ കൊണ്ടുപോകൂ, നിങ്ങൾ ഒരു പെട്ടിയിലാക്കിയിട്ട് ഇവനെ കടലിൻ്റെ നടുവ് കൊണ്ടുപോയി എന്നിട്ട് ഇവനോട് പറയണം, നീ മതത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ നിന്നെ തിരിച്ചു കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നിന്നെ കടലിലേക്ക് എറിയും എന്ന് പറയണം. അങ്ങനെ ഇവർ കൊണ്ടുപോയി കടലിൻ്റെ സെൻറ്ററിലെത്തിയപ്പോൾ ഇവർ പറഞ്ഞു കുട്ടിയോട്, എൻ്റെ മതത്തിൽ നിന്ന് മാറുന്നുണ്ടോ, ഇല്ലെങ്കിൽ എന്നെ കടലിലേക്ക് വലിച്ചെറിയും. അപ്പോൾ കുട്ടി അവിടുന്ന് ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു മക്ഫീനിഹിം ബിമാ ശിഅത. അപ്പോൾ കപ്പലും കൊണ്ടുപോയ കപ്പൽ ആകണ്ട ആടി ഉലഞ്ഞു. ആ കൂട്ടത്തിലുണ്ടായ എല്ലാവരും മുങ്ങിച്ചത്തു. കുട്ടി രക്ഷപ്പെട്ടു പോന്നു. കുട്ടി രാജാവിൻ്റെ മുമ്പിലേക്ക് വീണ്ടും എത്തി. രാജാവ് ഇത് കണ്ടു. അപ്പോൾ ചോദിച്ചു, എവിടെ തന്നെ കൊണ്ടുപോയ ആളുകളൊക്കെയാണ്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, കഫാനിഹിം അല്ലാഹു, അവർക്ക് അല്ലാഹുത്താല കൊടുക്കേണ്ടത് കൊടുത്തു. ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, രാജാവേ, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയൂല. നിങ്ങൾക്ക് എന്നെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയുള്ളൂ. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് ആ കാര്യം? കുട്ടി വിശദമായി പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു മരുഭൂമിയിലേക്ക് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു കുന്തത്തിൻ്റെ മേലിൽ എന്നെ നാട്ടിവെച്ച് ഉയർത്തി വെക്കണം. എന്നിട്ട് നിങ്ങളൊരു അമ്പെടുത്തിട്ട് നിങ്ങൾ അമ്പ് വില്ലിൽ വെച്ചിട്ട് നിങ്ങൾ പറയണം, ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ഈ കുട്ടിയുടെ രക്ഷിതാവിൻ്റെ നാമം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്പെയ്താൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിയും. അങ്ങനെ ഈ കുട്ടി പറഞ്ഞപ്പോൾ ഇതേപോലെ രാജാവ് ചെയ്തു. ആൾക്കാർ ഒരുമിച്ച് കൂട്ടി വലിയൊരു കുന്തത്തിൻ്റെ മേൽ കുട്ടിയെ ഉയർത്തി വെച്ചു. ഇങ്ങോട്ട് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്പെയ്തപ്പോൾ നേരെ അമ്പ് കുട്ടിയുടെ ഈ ചെന്നി ഭാഗത്താണ് കൊണ്ടു.
നെറ്റിയുടെ സൈഡ് ഭാഗത്ത് കൊണ്ടു. കുട്ടി അപ്പം തന്നെ കൈകൊണ്ടാണ് പൊത്തിപ്പിടിച്ചു. കുട്ടി മരിച്ച് വീഴുകയും ചെയ്തു. അങ്ങനെ കുട്ടി മരിച്ചു വീണു. അപ്പം ജനങ്ങൾ മുഴുവനും ഇസ്ലാം സ്വീകരിച്ചു. കാരണം ഈ എന്ത് കാട്ടിയിട്ടും കുട്ടിയെ നശിപ്പിക്കാൻ കഴിയാത്ത രാജാവ് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ ആ വാക്ക് കൊണ്ട് കുട്ടിയെ കൊല്ലാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു. ഇങ്ങനെ ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് അമ്പ് ചെയ്തപ്പോൾ കുട്ടിയെ കൊല്ലാൻ സാധിച്ചു. അതുകൊണ്ട് ഈ കണ്ടു നിൽക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലായി സംഗതി കുട്ടിയുടെ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. കാരണം ഇതുവരെ കുട്ടിയെ ഒരു കാര്യം ചെയ്തിട്ടും കൊല്ലാൻ സാധിച്ചില്ല. ഈ കുട്ടി പറഞ്ഞു കൊടുത്ത കാര്യം രാജാവ് ചെയ്തപ്പോൾ രാജാവിനെ കുട്ടിയെ കൊല്ലാൻ സാധിച്ചു. അപ്പോൾ കുട്ടി വിശ്വസിച്ച വിശ്വാസമാണ് ഏറ്റവും നല്ല വിശ്വാസം എന്ന് മനസ്സിലാക്കി ആ കുട്ടി വിശ്വസിച്ച അള്ളാഹുവിൽ ഈ കൂടി നിൽക്കുന്ന എല്ലാ ജനങ്ങളും വിശ്വസിച്ചു. ഇത് കണ്ടപ്പോൾ രാജാവിന് ദേഷ്യമായി. ഉടനെ തന്നെ രാജാവ് വിളിച്ചു വലിയൊരു കുഴി കുത്താൻ പറഞ്ഞു. അതിൽ തീ നിറച്ച് തീകുണ്ടാരം ഉണ്ടാക്കിയിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ മതത്തിൽ നിന്ന് മാറണമില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഈ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ചുട്ടുകരിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സത്യമതത്തിലാണുള്ളത്, അതിനെതിരെ ഞങ്ങൾക്ക് ഏത് തീക്കുണ്ടാരം വന്നാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, തീക്കുണ്ടാരത്തെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരായി രാജാവ് ആ തീക്കുണ്ടാരത്തിലേക്ക് ഇങ്ങനെ വലിച്ചെറിയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഒരു സ്ത്രീ, ആ സ്ത്രീ തൻ്റെ ചോര പൈതലുണ്ട്, ആ മുല കുടിക്കുന്ന ചോര പൈതലിനെ മാറോട് ചേർത്ത് പിടിച്ച് ആ സ്ത്രീ തീകുണ്ടാരത്തിലേക്ക് ചാടാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ കുഞ്ഞും മരിച്ചു പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് ബേക്കോട്ട് വെച്ചു. മനസ്സിൽ പ്രയാസമായി ബേക്കോട്ട് വെച്ചപ്പോൾ ആ ചെറിയ കുട്ടി ആ ഉമ്മയോട് സംസാരിച്ചു. യാ ഉമ്മ ഇസ്ബിരി ഫഇന്നകൽ ഹഖ്, ഉമ്മ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട, ക്ഷമിക്കൂ, നിങ്ങൾ സത്യത്തിൻ്റെ മേലാണ്, അതുകൊണ്ട് എടുത്തു ചാടൂ തീകുണ്ടാരത്തിലേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ആളുകളും ഈമാനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ദുനിയാവിലെ എന്ത് പ്രലോഭനവും എന്ത് പ്രയാസവും സഹിക്കാൻ ഈമാൻ അവർക്ക് കരുത്ത് നൽകി. രാജാവ് കുന്തത്തിൻ്റെ മേൽ നാട്ടി നിർത്തി അമ്പെയ്ത് കൊന്ന ആ കുട്ടിയുടെ പേരാണ് അബ്ദുല്ലാഹിബ്നു താമിർ. ഇത് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമുൽ അവ്വൽ തൻ്റെ മുർഷിദ് തുല്ലാബ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി ജീവിച്ച നാടാണ് നജ്റാൻ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. പിന്നെ നബിതങ്ങൾ വന്നു, നബിതങ്ങൾ വഫാത്തായി, സിദ്ദീഖ് റളിയല്ലാഹു ഭരണം നടത്തി, സിദ്ദീഖ് റളിയല്ലാഹു വഫാത്തായി. പിന്നെ ഉമർ റളിയല്ലാഹു ഭരണം നടത്തുന്നൊരു കാലം. ആ കാലത്ത് ഈ നജ്റാൻ നാട്ടിൽ നിന്നും ഒരു കത്ത് വന്നു. ആ കത്ത് വായിച്ചു നോക്കുമ്പോൾ ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഞങ്ങൾ ഈ അബ്ദുല്ലാഹിബ്നു താമിർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ഖബറിൻ്റെ അരികെ ഒരു കുഴി കുത്തുകയായിരുന്നു. ആ കുഴി കുത്തുന്ന സമയത്ത് ഈ കുട്ടിയെ മറമാടിയ ആ ഖബർ പൊളിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ടി ഖബറിൽ എണീറ്റിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ആ കുട്ടിയുടെ ഒരു കൈ ആ അമ്പ് കൊണ്ട നെറ്റിയുടെ ചെന്നി ഭാഗത്ത് ഇങ്ങനെ പൊത്തി പിടിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ കുട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ കൈ അവിടുന്ന് മാറ്റിയപ്പോൾ ധാരധാരയായിട്ട് രക്തം ധാരാളം ഒഴുകി. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ആ നെറ്റിയിലേക്ക് കൈ വെച്ച് മടക്കി വെക്കുകയും ചെയ്തു. കുട്ടിയുടെ മറ്റേ കൈ നോക്കുമ്പോൾ മറ്റേ കയ്യിലൊരു മോതിരമുണ്ട്. ആ മോതിരത്തുമ്മേ റബ്ബി അല്ലാഹ് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഇനി ഞങ്ങൾ എന്താണ് കാട്ടേണ്ടത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഉമർ റളിയല്ലാഹു കത്തെഴുതി. അപ്പോൾ ഉമർ റളിയല്ലാഹു തിരിച്ച് കത്തെഴുതി, നിങ്ങൾ ആ കുട്ടിയെ അതേ രൂപത്തിൽ ഇരുത്തിയിട്ട് ആ ഖബർ വീണ്ടും മറമാടണം എന്ന് ആ കുട്ടിക്ക് അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. അബ്ദുല്ലാഹിബ്നു താമിർ റളിയല്ലാഹു അൻഹു എന്ന ആ മഹാനായ ബാലൻ്റെ ജീവിതം നമുക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ ഈ ചരിത്രം നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇസ്ലാമിക ചരിത്രങ്ങളും സംഭവങ്ങളും ഇനിയും കേൾക്കാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പ്രപഞ്ചനാഥൻ നമ്മെ എല്ലാവരെയും സത്യവിശ്വാസികളായി മരിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.